കേന്ദ്രത്തിൻ്റെ നിലപാട് നിരാശാജനകമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം പ്രതിഷേധാർഹവും കൂടിയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് വയനാട് ദുരന്തം പോലെ വളരെ വലിയൊരു ദുരന്തം, എല്ലാവരെയും വ്യക്തിപരമായി മാനസികമായി വിഷമിപ്പിച്ച ഒരു ദുരന്തമാണ്. എത്രയോ കുടുംബങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി, സ്ഥലം പൂർണ്ണമായി തകർന്നു. ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ നേരിടുന്ന അനുഭവം നമുക്കറിയാം. അതിനകത്ത് ആയിരക്കണക്കിന് കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ അത് ആ പ്രശ്നത്തിനെ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ പറ്റൂ. അങ്ങനൊരു ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ വന്നത് കണ്ടതാണ്. അവരിപ്പോൾ ഇത് ഒരു നാഷണൽ ഡിസാസ്റ്റർ അല്ല എന്ന് പറയുന്നു. ഇനി എന്ത് സാങ്കേതിക ന്യായം അതിന് പറഞ്ഞാലും നഷ്ടമുണ്ടായത് നഷ്ടമാണ്. മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇതേ ഘട്ടത്തിൽ തന്നെ നഷ്ടപരിഹാരം ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റ് സ്റ്റേറ്റുകൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. പക്ഷേ കേരളത്തിന് നൽകേണ്ടത് നൽകുന്നില്ല. കേരളത്തിനോട് അങ്ങേയറ്റം വിവേചനപരമായ നിലപാടാണ്. കണ്ണിൽ ചോരയില്ലാത്ത സാമാന്യ മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇല്ല, നേരത്തെ തന്ന തുകയിൽ നീക്കിയെടുപ്പല്ല. എല്ലാ വർഷവും ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പണം വരും. ആ പണത്തിനൊന്നും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. എന്തായാലും അവിടുത്തെ വയനാട് ജനങ്ങൾക്ക് അവരുടെ ദുരിതത്തിനെ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന ഗവൺമെൻറ് ചെയ്യാവുന്ന എല്ലാ കാര്യവും ജനങ്ങളുടെ സഹായത്തോടുകൂടി ഗവൺമെൻറ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നേരത്തെ തന്ന പണത്തിൻ്റെ കണക്കൊക്കെ വെറുതെ പറയുന്നതാണ്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ആളുകളെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വന്നിട്ട് ബില്ല് തന്നതുപോലെയും, ആ സമയത്ത് ഏറ്റവും വലിയ പ്രളയത്തിൻ്റെ സമയത്ത് അരി തന്നിട്ട് ബില്ല് തന്നതുപോലെയാണ്. ഇത് അതുപോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇവിടെ പണമുണ്ട്, നിങ്ങൾ ചെയ്തോളൂ, കേരളക്കാർക്കൊക്കെ പണമുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ആവശ്യമില്ല. ആ സമയത്ത് അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യമെടുത്ത് ഇതിനകത്ത് മുൻകൈ എടുത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ, പ്രതിപക്ഷ പാർട്ടികളെ, ഓൾ പാർട്ടി മീറ്റിംഗ് എല്ലാം വിളിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടുത്തെ ജനങ്ങളെല്ലാം വിശ്വാസത്തിലെടുത്തിട്ട് അതിന് പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ആളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഉള്ള സഹായമാണ് ചോദിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ മറുപടി അനുസരിച്ചാണിത്. ഈ കാര്യത്തിനകത്ത് ഇനി അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അവർ മര്യാദയോടുകൂടി പെരുമാറുന്ന ഏതൊരു, അല്ലെങ്കിൽ സാമാന്യമായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്ന ഏതൊരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയും അവർ പൂർണ്ണമായിട്ടിത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭൂഷണമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ കാര്യം വീണ്ടും ഉന്നയിക്കും. പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരും. എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ഉന്നയിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. അതിനെല്ലാം കൂടുതലൊരു പ്രതിഷേധത്തിലും ജനങ്ങളെ ആകെ പ്രതിഷേധത്തിലേക്ക് നിർബന്ധിതമായി ഇറക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടതാണ്.